പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഗ്ലോയി സ്കിൻ കിട്ടുന്നത്. നിങ്ങൾ ഇന്ന് വരെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യുക. അതിനു മുന്നേ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ബ്രഷ് നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എപ്പോഴും ഇൻ കേസ് നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിയർപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് നോക്കുക. സ്കിൻ കെയർ റുട്ടീൻ 3-4 മാസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓവറായിട്ട് സെറമോ നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റുട്ടീനിലോട്ട് ആഡ് ചെയ്യേണ്ട. ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ സെറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടാനിങ് ആണ് നമ്മുടെ സ്കിന്നെ ഒന്ന് ഡള്ളാക്കുന്നത്. ആ ഡൾനെസ്സിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് സൺസ്ക്രീൻ. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഒന്ന് എടുത്തു പറയാൻ പറ്റും. പക്ഷെ സ്കിൻ എന്തൊക്കെയോ ഇതുണ്ട്. മേക്കപ്പ് ഇടുന്ന ആൾക്കാർക്ക് മാത്രം പോരാ. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ പോസിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിരുന്നിട്ട് അത് നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഗ്ലോയി സ്കിൻ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ഇടാം. എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്, ഏതാണ് ആ ഒരു സെറം നമുക്ക് ആ ഒരു എന്താ പറയുന്നത് ഗ്ലോയി സ്കിൻ തരുന്നതെന്ന്. ഒരുപാട് സെറംസ് അവൈലബിൾ ആണല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു സെറം യൂസ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് ഒരിക്കലും സ്കിന്നിന് ഗ്ലോ കിട്ടത്തില്ല. ഒരുപാട് കാര്യങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നും അപ്പൊ അതിന്റെ കൂടെ തന്നെ കുറച്ച് സ്കിൻ കെയർ ഹാബിറ്റ്സ് ഒക്കെയാണ് ഞാൻ ഇതിനകത്തോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്ലോയി സ്കിൻ ചോദിച്ചു വരുന്ന എല്ലാവരും എന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവാത്ത ഒരാൾക്കാരായിരിക്കും. കാരണം ഒരുവിധം ബേസിക് സ്കിൻ കെയർ ഉള്ള ആൾക്കാർക്ക് ഒരു നല്ല ഗ്ലോയി സ്കിൻ അല്ലെങ്കിൽ ഹെൽത്തി സ്കിൻ എപ്പോഴും ഉണ്ടാവും. എന്റെ POVയില് ഒരു ഗ്ലോയി സ്കിൻ എന്ന് വെച്ചാൽ അത് ഹെൽത്തി സ്കിൻ ആണ്. അപ്പൊ ഹെൽത്തി സ്കിൻ ആണെങ്കിൽ അത് ബേസിക്കലി ഗ്ലോയി സ്കിൻ ആയിക്കോളും. അപ്പൊ അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഗ്ലോയി സ്കിന്നിന് വേണ്ടി നമുക്കൊരു പെർട്ടിക്കുലർ സെറം നമുക്ക് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഗ്ലോയി സ്കിൻ കിട്ടുന്നത്. ഇപ്പോൾ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ അവർക്ക് അവരുടെ സ്കിന്നിന്റെ ഓയിൽനെസ് മാറ്റുമ്പോഴായിരിക്കും ആ ഒരു ഗ്ലോയിനെസ് കിട്ടുന്നത്. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ അവരുടെ ഡ്രൈനെസ് മാറ്റിയിട്ട് സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ഗ്ലോയിനെസ് കിട്ടുന്നത്. അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഓപ്പൺ പോസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റുമ്പോഴൊക്കെ ആയിരിക്കും അവർക്കൊരു ഗ്ലോയി സ്കിൻ കിട്ടുന്നത്. അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ്, ഡാർക്ക് സ്പോട്ട് അതൊക്കെ മാറ്റുമ്പോഴേക്കും നമുക്കൊരു ഗ്ലോയി അല്ലെങ്കിൽ ഹെൽത്തി സ്കിൻ കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കോൺസെപ്റ്റിലും ഗ്ലോയി അല്ലെങ്കിൽ ഹെൽത്തി സ്കിൻ വേറെയാണ്. മാത്രമല്ല ഇപ്പോൾ നോർമൽ സ്കിൻ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ സ്കിൻകാർക്കാണെങ്കിൽ അവരുടെ ഗ്ലോയ്ക്ക് കാരണം എന്ന് വെച്ചാൽ മേ ബി അവരുടെ സ്കിന്നിൽ ഒരുപാട് ഡെഡ് സ്കിൻ വന്നിരുന്നിട്ട് സ്കിൻ ഡൾ ആവുമ്പോൾ ആ ഡൾനെസ് മാറ്റുമ്പോഴായിരിക്കും അവർക്ക് ഗ്ലോയി സ്കിൻ എന്ന് ആവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഗ്ലോയി സ്കിൻ കിട്ടുന്നത്. നമ്മളൊരു 10 സിറം ഒരുമിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു ഗ്ലോയി സ്കിൻ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താണ് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ? ഇപ്പൊ നിങ്ങൾ ഇന്ന് വരെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഗ്ലോയി സ്കിനെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി സിറം. നല്ലതാണ്, ആന്റി ഏജിങ്ങിനൊക്കെ നല്ലതാണ്. നിങ്ങൾ അത് വാങ്ങിച്ചുപയോഗിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, വിറ്റാമിൻ സി സെറം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഒന്നാമത്തേന്ന് വെച്ചാൽ നിങ്ങളത് എക്സ്ട്രീംലി ഡ്രൈ, അതായത് നിങ്ങളുടെ പൊരിഞ്ഞൊക്കെ ഇളകുന്ന സ്കിന്നാണെങ്കിൽ, ഓവറായിട്ട് സെൻസിറ്റീവായ സ്കിന്നാണെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് മൂക്കുരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിറ്റാമിൻ സി ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കൺസേൺ വെച്ചിട്ട് നിങ്ങൾ ഗ്ലോയി സ്കിൻ എന്ന് പറഞ്ഞിട്ട് വിറ്റാമിൻ സിയുടെ ഹൈ കോൺസെൻട്രേഷൻ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ സെറ്റപ്പ് ചെയ്യുക. അതിനു മുന്നേ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ ഉള്ളത്, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ജെല്ലി ഫേസ് വാഷാണ് ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മോർണിംഗിൽ എണീച്ചിട്ട് മുഖം ഒന്ന് നന്നായിട്ട് കഴുകുക. ജെന്റിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 to 2 hours വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കിന്നിനകത്ത് എന്താണോ ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നും സ്കിന്നിൽ ചെയ്തിട്ട് സ്കിൻ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ഡ്രൈ ചെയ്ത് ജസ്റ്റ് പാഡർ ചെയ്തിട്ട് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്കിൻ എന്താണോ ഫീൽ ചെയ്യുന്നത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖത്ത് നന്നായിട്ട് ഒട്ടിക്കാൻ നോക്കാം. ഒട്ടിക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിൽ മൊത്തം ഒരു എണ്ണമയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്. ആ എണ്ണമയം നിങ്ങളുടെ ടീസ് ഉണ്ട്, അതായത് ഈ ഭാഗങ്ങളിലും കവിളിലും മൂക്കിലും ഒക്കെ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നുകിൽ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും. അല്ല തിരിച്ച് നിങ്ങളുടെ താടിയുടെ ഭാഗത്താണ് കൂടുതൽ ഓയിൽനെസ്സും, ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒന്നുകിൽ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ നോ കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ ഇതൊന്നും ഓയിൽനെസ് ഒന്നും ഫീൽ ചെയ്ത് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് വലിയുന്നതായിട്ട്, അതായത് ചുളിവൊക്കെ നമുക്ക് നന്നായിട്ട് വലിയുന്നതായിട്ട് ഫീൽ ആവുന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും.
ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ആയിരിക്കും. അപ്പൊ അത് ആദ്യമേ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. ഇനി നമ്മളൊരു സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യും നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓയിലി സ്കിൻകാർക്കുള്ളത് പറഞ്ഞത്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്, നിങ്ങൾ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യും? ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും ജെൽ ടൈപ്പ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. അത് ജെൽ ടൈപ്പ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ ഭയങ്കര ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോമിംഗ് ക്ലെൻസർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഫോമിംഗ് ക്ലെൻസർ വാങ്ങിക്കുമ്പോൾ ആരും അതിനകത്ത് ബ്രഷ് ഉള്ള ടൈപ്പ് വാങ്ങിക്കരുത്. ബ്രഷ് നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഒന്നുകിൽ ഫോമിംഗ് ക്ലെൻസർ വാങ്ങിക്കുക, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്. നിങ്ങൾക്ക് മോക്കൂര് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഭയങ്കര ഓയിൽനെസ് മാത്രമേ ഉള്ളെങ്കിൽ ഫോമിംഗ് ക്ലെൻസർ വാങ്ങിക്കുക. മോക്കൂരു ഓയിൽനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോമിങ് ക്ലെൻസറിനേക്കാളും സാലിസിലിക് ആസിഡ് ജെൽ ക്ലെൻസർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യാം. രണ്ടാമത്തേന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ഒരിക്കലും ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഒരിക്കലും സെറം സെലക്ട് ചെയ്യാൻ പറയത്തില്ല. നമ്മൾ ബേസിക്കലി ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതിൻ്റെ ഇടയിൽ ഒരു ടോണർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യും. പണ്ടത്തെ കാലത്ത് ടോണർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ചും എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ആയിട്ട് ചിലപ്പോൾ ആൾട്ടർനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടോണർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ടോണർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു മസ്റ്റ് ഹാവ് അല്ല, വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറയുന്ന സാധനമാണ് ടോണർ. വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ബേസിക്കലി ഞാൻ ടോണർ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമല്ല മോയ്സ്ചറൈസറിലോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓയിലി സ്കിന്നുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഭയങ്കര തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യരുത്. മാത്രമല്ല നിങ്ങളുടെ മോയ്സ്ചറൈസേഴ്സ് ഒരിക്കലും ഒരുപാട് വെള്ള കളർ അങ്ങനെയൊന്നും ആയിരിക്കും. എപ്പോഴും ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കും. അതായത് ഏറ്റവും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യും. അടുത്തത് നിങ്ങളുടെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് തിക്കായിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യരുത്. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും ഒന്നുകിൽ എപ്പോഴും ഓയിലി സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ജെൽ ടൈപ്പിന്റെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇൻ കേസ് നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വിയർപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ട് നോക്കുക. അതിനകത്ത് ആവോ ബെൻസിൻ, ഓക്സി ബെൻസിൻ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കാരണമായിരിക്കും. കാരണം ഇതൊക്കെ കെമിക്കൽ ഫിൽറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് മെയിൻ ആയിട്ടുള്ള സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യുക. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റ് ഫിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഓയിലി സ്കിൻകാർ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒന്നുകിൽ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. നൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് അഡീഷണൽ നമുക്ക് ചെയ്യാം, ഡബിൾ ക്ലെൻസിങ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡബിൾ ക്ലെൻസിങ്. അപ്പോൾ അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഡബിൾ ക്ലെൻസിങ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ക്ലെൻസിങ് ഓയിൽസ് സെലക്ട് ചെയ്യുക. ക്ലെൻസിങ് ബാമിനേക്കാളും ക്ലെൻസിങ് ഓയിൽസുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് വെച്ച് ആദ്യമേ ഒന്ന് മുഖം കഴുകുക. രാത്രി കിടക്കുന്നതിന് മുന്നേ, ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ ചെയ്താൽ മതി. ഇനി മുന്നേ നിങ്ങൾ കുളിക്കുന്നെങ്കിൽ കുളിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ സ്റ്റിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് പല ബ്രഷ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നുള്ളൂ. എപ്പോഴും ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ സ്കിൻ കെയർ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന വെറുതെ ആവും. അതുകൊണ്ടാണ്. എനിവേസ്, അപ്പോൾ നമ്മൾ ആദ്യമേ ക്ലെൻസിങ് ഓയിൽ ഏതാണ് അത് യൂസ് ചെയ്തൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോയ്സ്ചറൈസർ മാത്രം ഇട്ടാൽ മതി. സാർ ഒന്നും യൂസ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബേസിക് ആണ്. നമ്മൾ ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ 3-4 മാസം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കൺസേൺ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓയിൽനെസ് ആണ് കൂടുതലെങ്കിൽ, ഞാൻ പല സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് സാലിസിലിക് ആസിഡ് സിറമോ അല്ലെങ്കിൽ എല്ലാ രാത്രി മോയ്സ്ചറൈസറിന് തൊട്ട് മുമ്പ് ഒരു ബെൻസോൽ പെറോക്സൈഡ് ക്രീമോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ മോക്കൂര് ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഹോർമോണൽ ആക്നെ അല്ലാതെ കൺഫേം ചെയ്തിട്ട് വേണം ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ. കാരണം ഹോർമോണൽ ആക്നെ ആണെങ്കിൽ നമ്മൾ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്താൽ മാറത്തില്ല. ഇനി നമ്മൾ ഡ്രൈ സ്കിൻകാരടുത്തോട്ട് പോകും. ഡ്രൈ സ്കിന്നിലോട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടേത് സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ഓയിൽ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽസോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽസ് യൂസ് ചെയ്താലും മതി. ഇതൊന്നും ഒരുപാട് ഓയിൽ നമ്മുടെ ഫേസിൽ എന്തിനാ പറയുന്നത്, ഓയിൽസിന് എടുത്ത് കളയത്തില്ല. അതും എപ്പോഴും എന്നാൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിന് ഓൾറെഡി കുറച്ച് ഓയിലുള്ളൂ, പക്ഷെ നമുക്ക് മാക്സിമം ഹൈഡ്രേഷൻ സ്കിന്നിന് കൊടുക്കുകയും വേണം. അതുകൊണ്ട് നല്ല രീതിയിൽ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഹെവി ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി ചേർന്നത് നമുക്ക് പീലിംഗ് എഫക്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം തിക്കായിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. സൺസ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ മാറ്റിയിട്ട് മിനറൽ സൺസ്ക്രീനിലോട്ട് പോവുക.
അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീനിലോട്ട് പോവാം. ഇനി കൂടുതൽ ഫിസിക്കൽ മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ നൈക്കാട് കൊടുക്കുക. ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്താണ് ഫിസിക്കൽ സൺസ്ക്രീൻ, എന്താണ് കെമിക്കൽ സൺസ്ക്രീൻ, ഇത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീൻ ആണ് നല്ലത്. ഇപ്പൊ കൂടുതലും ഓയിലി സ്കിൻകാർക്ക് കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതാണ്. ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഡാർക്ക് ആക്കാം. ഇത് ഡ്രൈ സ്കിൻകാരുടെ ഓയിൽ സ്കിൻകാരുടെയാണ് ഞാൻ എടുത്ത് ഡ്രൈ സ്കിൻ്റെ പറഞ്ഞതേ ഉള്ളൂ. ഡ്രൈ സ്കിൻകാരുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു രാത്രി ഡബിൾ ക്ലെൻസിങ് ഇപ്പൊ ഈ ഒരു റൊട്ടീൻ ലിറ്ററലി നമുക്ക് ഇത് ഡ്രൈ സ്കിൻകാർക്ക്, കോമ്പിനേഷൻ സ്കിൻകാർക്ക്, നോർമൽ സ്കിൻകാർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നൈറ്റിൽ ഒന്നുകിൽ ഒരു ക്ലെൻസിങ് ബാം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫേസ് അത്ര ഹെവി ആവത്തില്ല. അത് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ ഏതാണോ മോർണിംഗിൽ യൂസ് ചെയ്ത ഫേസ് വാഷ് അത് കണ്ടിന്യൂസ് ചെയ്യുക. നിങ്ങൾ മോക്കുരു ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാവിലെ ഉപയോഗിച്ച് ഏത് മോയിസ്ചറൈസർ ആണോ അത് യൂസ് ചെയ്താൽ മതി. സുഖമായിട്ട് കിടന്നിറങ്ങുക. ഇതാണ് നിങ്ങളുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ. ഇനി നിങ്ങളൊരു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എങ്ങനത്തെ കോമ്പിനേഷൻ ആണെന്ന് നോക്കാം. നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓയിലി സ്കിൻ കെയറിന്റെ റൊട്ടീൻ ഫോളോ ചെയ്യാം. നിങ്ങളുടെ കൂടുതലും ഡ്രൈ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാം. നിങ്ങൾ നോർമൽ സ്കിൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഫേസ് വാഷ് നിങ്ങൾ എപ്പോഴും ഡ്രൈ സ്കിൻകാരുടെ എടുക്കുക. കാരണം നമ്മുടെ ഓയിൽ നമുക്ക് ഒരുപാട് വലിച്ചെടുക്കണം. ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. മോയിസ്ചറൈസേഴ്സ് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും ജെൽ ടൈപ്പ്, അതായത് ഓയിലി സ്കിൻകാരുടെ മോയിസ്ചറൈസേഴ്സും സൺസ്ക്രീനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിന് ഒരുപാട് ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. ഡ്രൈ സ്കിന്നുകാരുടെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ നോർമൽ സ്കിൻകാർക്ക് ഹെവിനെസ് ഫീൽ ചെയ്യും. ഓയിലി സ്കിൻകാർക്കുള്ള മോയിസ്ചറൈസറും സൺസ്ക്രീനാണ് ഏറ്റവും ബെസ്റ്റ്. ഓവറായിട്ട് സെറമോ നിങ്ങളുടെ ഒരു സ്കിൻ കെയർ റൊട്ടീനിലോട്ട് ആഡ് ചെയ്യേണ്ട. ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർ, ഈ വീഡിയോ ഫുൾ ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു സെക്ഷൻ വരെ ഉള്ളത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ സെറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ഗ്ലോയി സ്കിന്നിന് വേണ്ടി വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ നിയാസിനമൈഡ് സെറം, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെറം യൂസ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾ സെറവും ഉപയോഗിക്കരുത്. നിങ്ങൾ സെറം ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിന്നിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഏത് സെറോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. നിയാസിനമിനും കോജിക് ആസിഡും ആൽഫാർബിറ്റിനും ഒന്നും ആക്കത്തില്ല. ഇത് സെറം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോജിക് ആസിഡും ആൽഫാർബിറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ കറുത്ത പാട് മാറ്റാനാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് വരുന്ന ഒന്നുകിൽ പിമ്പിൾസ് കാരണം അല്ലെങ്കിൽ സൺ ഡാമേജ് കാരണമാണ്. നിങ്ങൾ സൺ ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പിമ്പിൾ മാർക്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറം കൊണ്ട് ഒന്നും ഉപയോഗം ഇല്ലാണ്ടാവും. സോ ബേസിക്കലി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് സെറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ സെറം ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് സെറം ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെറത്തിനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ടാവും. കാരണം ഇപ്പം എനിക്കറിയാം, ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കും സൺസ്ക്രീൻ, പ്രത്യേകിച്ചും ഇന്ത്യ, നമുക്ക് ഒരു സൺസ്ക്രീൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് സ്കിൻകാരുടെ അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് സൺസ്ക്രീനിന്റെ ഇല്ല, സത്യമാണ്. കാരണം നമ്മൾ നന്നായിട്ട് ആന്റി ഓക്സിഡൻസ് കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷം, നമ്മൾ ഇപ്പോഴത്തെ നിൽക്കുന്ന കാലാവസ്ഥയൊക്കെ വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് സൺസ്ക്രീനിന്റെ ആവശ്യം എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് സ്കിൻ കെയർ. എല്ലാവരും അറ്റ്ലീസ്റ്റ് മിനിമം വിറ്റാമിൻ സി ഫേസ് വാഷ് അല്ലെങ്കിൽ വിറ്റാമിൻ സി മോയിസ്ചറൈസറെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ആണ്. നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1% വിറ്റാമിൻ സി എങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ ചെറുതായിട്ടെങ്കിലും ഫോട്ടോ സെൻസിറ്റീവ് ആകും. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഫലം ഇല്ലാണ്ടായി. പൈസ കൊടുത്ത് എന്തായാലും മോയിസ്ചറൈസർ വാങ്ങിച്ചിടുകയല്ലേ. അപ്പൊ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മോയിസ്ചറൈസർ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല, വേണ്ട, ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് അതെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൺ ടാൻ അടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്ലോയി സ്കിൻ കിട്ടാൻ പോകുന്നില്ല. ടാനിങ് ആണ് നമ്മുടെ സ്കിന്നെ ഒന്ന് ഡള്ളാക്കുന്നത്. ആ ഡൾനെസ്സിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് സൺസ്ക്രീൻ. അപ്പൊ നിങ്ങൾക്ക് ഗ്ലോയി സ്കിൻ വേണോ, സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ സെറം യൂസ് ചെയ്യുന്നുണ്ടോ, സൺസ്ക്രീൻ ഇടുക. നിങ്ങൾക്ക് സെറം യൂസ് ചെയ്യാൻ താല്പര്യമില്ലേ, മോയിസ്ചറൈസർ താല്പര്യമുള്ളൂ, എന്നാലും മോയിസ്ചറൈസറിന് പകരം മോയിസ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ കിട്ടും, അതെങ്കിലും വാങ്ങിച്ചൊന്ന് ഉപയോഗിക്കുക. അടുത്തതാണ് ഡബിൾ ക്ലെൻസ്. നിങ്ങൾക്ക് മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളേ ഉള്ളൂ, അല്ലെങ്കിൽ സ്കിന്നിന് ചെറിയ ടെക്സ്ചർ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം, എന്ത് പ്രശ്നം എന്ന് എടുത്തു പറയാൻ പറ്റും, പക്ഷെ സ്കിൻ എന്തൊക്കെയോ ഇതുണ്ട്, എന്നാൽ സ്കിൻ കുഴപ്പമില്ല, അങ്ങനെയുള്ള ആൾക്കാർ തൊട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഒരുപാട് സമയം പുറത്തു പോകുന്ന ആൾക്കാർ, BB ക്രീം, CC ക്രീമിൽ തുടങ്ങി നല്ല രീതിയിൽ മേക്കപ്പ് ഫൗണ്ടേഷൻ വരെ ഇടുന്ന ആൾക്കാർ, നന്നായിട്ട് വിയർക്കുന്ന ആൾക്കാർ, ഒരുപാട് കാറും ബൈക്കും ഒക്കെ പുറത്ത് ഒരുപാട് ദിവസം വെളിയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡബിൾ ക്ലെൻസിങ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഡബിൾ ക്ലെൻസിങ് മേക്കപ്പ് ഇടുന്ന ആൾക്കാർക്ക് മാത്രം പോരാ. അത് മാക്സിമം മിസലാർ വാട്ടറിൽ നിന്ന് മാറിയിട്ട്
നിങ്ങൾ ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു ഗ്ലോയി സ്കിന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്തി സ്കിന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങളുടെ മുഖത്തോട്ട് നല്ല രീതിയിൽ പെനിട്രേറ്റ് ആവണം. 2, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ പോസിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിരുന്നിട്ട് അത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ക്ലോസ്ഡ് കൊമഡോൺസും അല്ലെങ്കിൽ ഓപ്പൺ പിമ്പിൾസും ഓപ്പൺ കൊമഡോൺസും ഒക്കെ ആയിട്ട്, ഓപ്പൺ കൊമഡോൺസ് ഇൻ ദ സെൻസ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ സെബേഷ്യസ് ഫിലമെന്റ് ഒക്കെ ആയിട്ട് പുറത്ത് വരും. ഡബിൾ ക്ലെൻസിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി ഡബിൾ ക്ലെൻസിങ് ആണെന്ന് പറഞ്ഞിട്ട് ഓയിലി സ്കിൻകാരും കോമ്പിനേഷൻ സ്കിൻകാരും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാസലിനെടുത്ത് മുഖത്തോട്ട് മൂക്കിലൊന്നും ഹാക്കായിട്ട് യൂസ് ചെയ്ത് സംഭവം എന്ന് വെച്ചാൽ വാസലിൻ ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഹ്യൂമക്ടൻ അല്ലെ ഇമൽസിഫയർ അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. അതായത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്, നല്ലതാണ്. നമ്മൾ വാസലിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രാവശ്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറാനായിട്ട് വാസലിൻ നല്ലതാണ്. ഇപ്പം ഞാൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് ഡയറക്റ്റ് പോയി ചോദിച്ചാലും അവരും പറയാൻ പോകുന്ന ഇതാണ്, ഒരിക്കലും വാസലിൻ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉള്ള ആൾക്കാരും ഓയിലി സ്കിൻകാരും അപ്ലൈ ചെയ്ത്. കാരണം നമുക്ക് ഓപ്പൺ പോസ് ഉണ്ട്, അവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത് എന്തുകൊണ്ടാണ്? ഓയിൽ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ആ ഓയിലി ഫോർമേഷൻ ഉള്ള സാധനം എന്തിനാണ് മൂക്കിനകത്തോട്ട് ഒഴിക്കുക? അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ക്ലെൻസിങ് ഓയിലോ? അവിടെയാണ് നമ്മൾ ക്ലെൻസിങ് ഓയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ഓയിൽസുകളും സാധനങ്ങളുമാണ്. വാസലിൻ കൊമിഡോജനിക് ആണ്. അതാണ് പറയുന്നത് ഈ ഓപ്പൺ ഓയിലി സ്കിൻകാർന്ന് യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് മിലിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പോസ്റ്റിൽ അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ മുഖത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ പോസിൽ പോയിരുന്നിട്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആയിട്ട് വരും. സത്യമാണ്, നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ആ ഫിലമെന്റ് നിങ്ങൾക്ക് വരുന്നതായിട്ട് തോന്നും, ഓയിൽ അട്രാക്ട് ചെയ്യുമ്പോൾ വരും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നില്ല ആ വാസന പോസിൽ പോയി ഇരുന്നിട്ട് അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീണ്ടും ഇരട്ടി പണിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് പ്രോപ്പർ ക്ലെൻസിങ് ഓയിലോ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമോ യൂസ് ചെയ്യുക. എന്നിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരത്തില്ല. വെറുതെ വാസലിൻ നേരെ കാലിലും കയ്യിലും ഒക്കെ തേച്ചോ, നല്ല രീതിയിൽ സ്കിന്നിന്റെ ഡ്രൈനസ് മറ്റും അങ്ങനെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഡബിൾ ക്ലെൻസിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എക്സ്ഫോളിയേഷൻ. നമ്മൾ എത്ര സ്കിൻ കെയർ റൊട്ടീൻ ചെയ്താലും നിങ്ങൾ ഒരു 18 ഇയേഴ്സിന് എബോ ആയിട്ടുള്ള ആൾക്കാർ, 20 എബോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈക്കിൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. അത് ഞാൻ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ, അതല്ലെങ്കിൽ 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ ഒരിക്കലെങ്കിലും എക്സ്ഫോളിയേഷൻ ചെയ്യണം. എക്സ്ഫോളിയേഷൻ ചെയ്യണം എന്നും പറഞ്ഞാൽ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ, അതായത് നമ്മുടെ സ്ക്രബുകളിൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. കാരണം എല്ലാ സ്ക്രബുകളും അതിനകത്തുള്ള പാർട്ടിക്കിൾസിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെങ്കിലും അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്നെസ് ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് മൈക്രോടിയർ ഉണ്ടാക്കുകയും നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ്, ഓവർ ഡ്യൂവിൽ വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ നിങ്ങൾ സ്ക്രബ് ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അപ്പൊ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുക. കെമിക്കൽ എക്സ്ഫോളിയേഷനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ തൊട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേണം നമുക്കൊരു ഗ്ലോയി സ്കിൻ കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യണം. ഒരു പെർട്ടിക്കുലർ സിറം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ടിൽ ദ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.